എന്താ മുഖമൊക്കെ അങ്ങനെ വീർപ്പിച്ചിരിക്കുന്നു? എന്താടി? ആഹാ, മമ്മൂട്ടിയുള്ള ഭയങ്കര ഭാവാഭിനയം അല്ല. അപ്പൊ ഈ വീട്ടിൽ പോയില്ല? ഈ അല്ല ഉമ്മാനെ കാണാൻ പോണെന്നൊക്കെ പറഞ്ഞിരുന്നു. പോയിട്ടില്ലേ? ഉമ്മാക്ക് സുഖമല്ല, അമ്മ പിന്നെ വിളിച്ചിരുന്നു ഒന്ന് കാണാൻ പോണെന്നൊക്കെ പറഞ്ഞിരുന്നു ഈ എന്നോട്. എന്താ ഇതൊന്നും മറുപടി ഇല്ലാതെ? എന്താ വായിലെന്താ നോട്ടെ? ഉണ്ടയാ? അല്ല, നിങ്ങൾക്കിപ്പോ ഞാൻ മുണ്ടല്ലോ, മുണ്ടാനൊക്കെ വേറെ ആൾക്കാരില്ലേ? ആരും ഉണ്ടാ? വേറെ ആര്? ആ പിന്നെ കടയിൽ പോയിരുന്നു, അങ്ങാടി പോയിരുന്നതോ? അല്ല വേറെ ആരും എന്നോട് ഉണ്ടാ? വേറെ ആരും ഇങ്ങോട്ട് മുണ്ടല്ല. വേറെ ആരും? ഈ എന്താ ഈ എന്തോ അർത്ഥം വെച്ച് പറയുന്നത്? ഈ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ എടുത്ത് പറയണം. എന്താ പണ്ടാരോ ഉണ്ടോ അതൊക്കെ? എന്ത് പണ്ടാരോ ഉണ്ടാരോ ഉണ്ടാരോ? നിങ്ങളോട് വെറുപ്പാ തോന്നുന്നത് ഇപ്പൊ. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ആരോടെങ്കിലും പറയാറുണ്ടോ? അല്ല, ഞാൻ ആരോട് പറയുന്നു ഇവിടുത്തെ കാര്യങ്ങൾ? ഇവിടുത്തെ കാര്യങ്ങളെ പുറത്ത് ആരോടും പറയാൻ പാടുണ്ടോ? അങ്ങനെ ഞാൻ പറയും. നിങ്ങളെ കൂടെ പഠിച്ചിട്ടുള്ള എന്താ പെണ്ണിന്റെ പേര്? ജുമൈല. ഓളോട് പറയാറില്ല? എന്ത്? ഒന്നും പറയാറില്ല? അങ്ങനെയല്ല, അതിപ്പോ പിന്നെ നമ്മള് പരിചയമുള്ള ആളുകൾ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ അങ്ങനെ കാണുമ്പോ എന്താ വീട്ടിലെ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ അങ്ങനെ നമ്മള് വിശേഷങ്ങൾ പറയും. അല്ലാണ്ട് ഇവിടെ വിത്തിട്ടതും വേറിട്ടതും ഒന്നും അല്ല. ഞാനേ അതിപ്പോ ഈ എന്റെ ഫ്രണ്ട്സിനോട് പിന്നെ എന്താ വീട്ടിലെ വിശേഷം ചോദിക്കുമ്പോ ഈ ഇങ്ങനെ പറയില്ലേ? ഞാൻ പറഞ്ഞത് കേൾക്ക്. ഞാൻ ഇന്ന് ഉമ്മാനെ കണ്ട് തിരിച്ചു വരുമ്പോ ബസ് സ്റ്റോപ്പില് നമ്മുടെ കൂട്ടുകാരത്തിന്റെ തന്നെ പറ്റ സീല് പഠിച്ചിട്ടുണ്ടായിരുന്നെ ജുമൈല. ഓ പറയുമ്പോ എന്താ ഒരു ഒലിപ്പിക്കണ ചിരി. ഓളിന്നോട് എന്താ ചോദിച്ചാ അറിയോ? എടീ എന്റെ ആങ്ങളെ പോയിരുന്നോന്ന്. ഇന്റെ ആങ്ങളെ പോയത് ഓളെങ്ങനെ അറിഞ്ഞത്? ഗൾഫിലേക്ക് ഒരാഴ്ച മുന്നേ. എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? ഓ ശരി. എന്റെ കൈമുട്ട് വേദന മാറിയോന്ന്. എന്റെ കൈമുട്ട് വേദന എങ്ങനെ ഓളറിഞ്ഞത്? അതെ, പിന്നെ PCODക്ക് ഏത് ഡോക്ടറിനെ കാണിക്കണേ? സീനത്ത് ഡോക്ടറിനല്ലേ? സെറീനാനെ കാണിച്ചോന്ന്. ഈ നല്ലൊരു കാര്യം പറഞ്ഞു തന്നല്ലേ? ഈ അറിയണ ആളല്ലേ, നമ്മള് പരിചയമുള്ളതല്ലേ? ജുമൈലാനെ ഈ അറിയില്ലേ? അപ്പോൾ ഞാൻ ജുമൈലാണെന്ന് അറിയില്ല. എനിക്കെന്താ അങ്ങനെ ജുമൈലാനായിട്ട് പണി? ഏതോ ഒരു സമയത്ത് ഇതാണ് എന്റെ കൂടെ പഠിച്ച് ജുമൈലിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അവള് തന്നെ അങ്ങനെ പരിചയമുണ്ട്. അപ്പൊ നിന്നോട് പറഞ്ഞു. അതിപ്പോ ഓരോരുത്തരെ കണ്ടാ അറിയില്ലേ? ഇതിങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ വിജയിച്ചിക്കാണല്ലോ. അല്ല, അതല്ല, ഇപ്പൊ ഈ ഹോർമോണിന്റെ വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോ നമുക്ക് ശരീരത്തിൽ പ്രകടമായി അപ്പോൾ എന്തായാലും സ്ത്രീക്ക് ശരി സമ്മതിച്ച്. ഞാൻ നമ്മള് ബിരിയാണി ഉണ്ടാക്കിയ പാണ്ടിപ്പരിവ് മുന്തിരി കരിഞ്ഞതാരെ പറഞ്ഞു കൊടുത്തത്? എന്തെങ്കിലും ഒരു സംസാരത്തിൽ നിങ്ങളുടെ പെങ്ങൾക്ക് ഇന്നലെ സർജറി കഴിഞ്ഞ വിവരം എങ്ങനെ അറിഞ്ഞു? അതൊന്നും രഹസ്യമായ കാര്യമല്ലല്ലോ. അപ്പൊ ചിലപ്പോ ആരെങ്കിലും മുഖേന പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിച്ചപ്പോഴോ? ഞാൻ മിഞ്ഞാന്ന് വയലറ്റ് കളർ സാരി ഉടുത്തത് നിങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ ഓളറിഞ്ഞു? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഇങ്ങനെ കുത്തി പറയാ. ഈ എന്തോ സംശയം വെച്ച് ചോദിക്കാണ്. ഭർത്താവിന് അങ്ങനെ സംശയിക്കാൻ പാടില്ല. പിന്നെന്താ നമ്മളെ ജീവിതത്തിൽ ഒരു അർത്ഥമുള്ളത്? ഈ എപ്പോഴും ഇന്നങ്ങനെ ഓരോ സംശയം വെച്ച് ചോദിച്ചാല് ഞാനപ്പോ ഉത്തരവാദി അല്ല. ഇങ്ങനെ ചെറിയ ഓരോ ടോർച്ചറിങ് ആണ് ഇത്. അങ്ങനെ ശരിക്കും പാടില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എപ്പോഴും വിശ്വാസ്യതയും പിന്നെ സത്യസന്ധതയാണ് വേണ്ടത്. കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളെന്തിനാ ഇന്റെ കാര്യങ്ങളൊക്കെ ഓട് പറയുന്നത്? ബന്ധം കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആണ്. അപ്പൊ അതൊരു കൂടെ പഠിച്ച ഫ്രണ്ട്സിനോട് ഈ വീട്ടിലത്തെ വിത്തും വേരും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയോ? ഇതിപ്പോ നമ്മള് സ്വാഭാവികമായ സംസാരങ്ങളാണ് അതൊക്കെ. ഈ അക്കൂരത്തിൽ എത്ര മീനുണ്ടെന്ന് വരെ ഓൾക്കറിയാം. അതൊരു ദിവസം ചോദിച്ചു അങ്ങനെ എത്ര ഉണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു. ഞാൻ ആരോടും കളവ് പറയുന്നില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു. അതൊരു തെറ്റാ? അവിടെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഫോണിലെന്താ? ഫോണൊന്നുമില്ല. ഫോണിന് വേണ്ടാത്തൊന്നുമില്ല. നിങ്ങൾ ഇന്നെ മറന്നിട്ട് ഓടിച്ച് ബന്ധമുണ്ടല്ലേ? എന്ത് ബന്ധരസ്യ? ഈ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധാരണയൊന്നുമല്ല, എനിക്കറിയാം. ഈ അതൊക്കെ വിട്. നമുക്ക് വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഈ വെറുതെ അതും ഇതും സംസാരിച്ചുകൊണ്ട് ഒന്നും. ഇവർക്ക് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ ജുമൈലാക്ക്? അത് ഞാൻ എപ്പോഴേലും കാണുന്നു, അല്ലെങ്കിൽ എപ്പോഴൊന്നും വിളിക്കുമ്പോൾ അത്രേ ഉള്ളൂ. ഈ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കലില്ലേ? അവരെന്നെ വിളിക്കലില്ല. അതിനൊക്കെ ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? അതിന് എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇവിടുത്തെ വിത്തും വരും അറിയിക്കണില്ലല്ലോ. നിങ്ങളല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനോടല്ല പറയണത്. എന്നിട്ട് ഓളത് എന്നോട് പറയാനും എന്റെ അങ്ങനെ എന്റെ ഇങ്ങനെ. ഞാൻ ആരായി? എല്ലാ വിവരങ്ങളും ഓൾക്ക് അറിയാന്നുള്ളൊരു മട്ട. എന്താ അവളൊരു അത്ര
ഒരു അന്തല്ലാത്ത ആളാ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അപ്പോൾ അത് ഈ കാര്യമാക്കണ്ട. അവളെ കാര്യത്തിൽ അത് വിട്. നമുക്ക് നമ്മളെ ലോകം, നമ്മളെ സന്തോഷം, നമ്മളെ എന്താ പറയാ, നമ്മുടെ ജീവിതം, അതൊക്കെയല്ലേ നമുക്ക് കളറാക്കാൻ. സത്യമായിട്ടും ഓളായിട്ട് ഒരു ബന്ധമില്ല. എന്ത് ബന്ധം? പറയ്. എനിക്ക് ഈ അല്ലാതെ വേറെ ആരായിട്ട് ഒരു ബന്ധമല്ല. സത്യം. സത്യം. ഇനിയിട്ട് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിക്കട്ടെ. സത്യം. ഇന്ന് വിശ്വാസമില്ല? വിശ്വാസമായി. ആ പെണ്ണ് പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓനെ പേടിച്ചു പോയി. അവളൊരു അന്തല്ലാത്ത പെണ്ണാണ്. എന്റെ കൂടെ പഠിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ അന്നും അവളെ അങ്ങനെ മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അല്ലെങ്കിലും പൊതുവെ പഠിക്കുന്ന പ്രായത്തിലെ പെൺകുട്ടികളെ അങ്ങനെ നോക്കലില്ല. ഇപ്പോഴും എനിക്ക് അങ്ങനെ പെണ്ണുങ്ങളോട് അത്ര താല്പര്യമില്ല. പിന്നെ പരിചയക്കാരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ജാടയാണെന്ന് പറയും. അതുകൊണ്ടാണ്. ബൂസ്റ്റ് ഉണ്ടോ? നടക്ക. ഹലോ. എന്ത് ഒലക്കമര പരിപാടി കാണിക്കണേ? എന്താ റസീനോടൊക്കെ പറഞ്ഞേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവളോട് പറയാം. അല്ലെങ്കിൽ തന്നെ ഇവളൊരു പൊട്ടിക്കാളി മണ്ടത്തി ഇന്നെ അങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ കാര്യത്തിൽ നല്ല സംശയമുണ്ട് കേട്ടോ. എന്നോട് കുറേ അതും ഇതൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഒരു ഇതുകൊണ്ട് പറഞ്ഞു ഒപ്പിച്ചേക്കുക. ഇങ്ങനെ ഒരു കാര്യം ഇനി അവളോട് പറയല്ലേ. ഓളെ പുറത്തുനിന്ന് കണ്ടാലൊന്നും മൈൻഡ് ചെയ്യാതെ പോയിക്കോ. ഒരു കാര്യം ഓളെ വിളിക്കും പറയൊന്നും വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും നീ ഓളോട് പറയണ്ട. ഓക്കെ. പിന്നെ എന്നാ സലീം എന്നാ പോവാ? എൻ്റെ ഭർത്താവ് എന്നടി പോവുക? മറ്റന്നാളാ? ആയിക്കോട്ടെ, മറ്റന്നാൾ വൈകുന്നേരം വരാം. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ മുത്തേ.